ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് +2 NCERT ബയോളജിക്കൽ ടെക്സ്റ്റിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ പോലെ തന്നെ NCERT ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോസും കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ കാറ്റഗറി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു ടോപ്പിക്കും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ടോപ്പിക്കിലേക്ക് പോകാം. റീപ്രൊഡക്ഷൻ ആണ് നമ്മുടെ ടോപ്പിക്ക്. ജനറൽ ആയിട്ട് റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് മേജർ എയിം എന്ന് പറഞ്ഞാൽ ജനറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. സോ രണ്ട് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു മേറ്റിങ്ങിന്റെയോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് മേറ്റിനെ കണ്ടുപിടിക്കാനോ ഒരു രീതിയിലുള്ള പ്രോസസ്സുകളും ഇൻവോൾവ് ആവാത്ത ഒരു സിംഗിൾ ഓർഗാനിസം അതിന്റെ തന്നെ യങ് വൺസിന് സെൽഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇവിടെ കാണുന്നത് സിംഗിൾ സെൽ ഓർഗാനിസത്തിലാണ്. സിംഗിൾ സെൽഡ് ആയിരിക്കും. അവർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആയിരിക്കും. ഒരു സെല്ലുലാർ ലെവൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ മാത്രം ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന യങ് വൺസ്. നേരത്തെ പറഞ്ഞില്ല, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ തന്നെ തലമുറകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് റീപ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ മേജർ എയിം എന്ന് പറഞ്ഞാൽ. അസെക്ഷലിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും അവരുടെ തന്നെ എക്സാക്ട് കോപ്പീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും എക്സാക്ട് കോപ്പീസ്, അതായത് കാണാനും ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനും എക്സാക്ട് ആയിട്ടുള്ള കോപ്പീസ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ തന്നെ അവരുടെ എക്സാക്ട് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ റിസൾട്ടിങ് ഓർഗാനിസത്തിനെ നമ്മൾ ക്ലോൺസ് എന്നാണ് പറയുന്നത്. മേജർ ആയിട്ട് അസെക്ഷലിലും സെക്ഷലും കമ്പയർ ചെയ്യുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കുറച്ചുകൂടെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതായത് കുറച്ച് ടൈമിൽ കുറെ അധികം യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷന് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബേസിക് ഐഡിയയിൽ തന്നെ ഓരോരോ ഓർഗാനിസത്തിന്റെ അവരുടേതായിട്ടുള്ള സ്ട്രക്ചറും അവരായിരിക്കുന്ന എൻവയോൺമെന്റിന്റെയും ബേസിസിൽ ഓരോ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് അവർ ഫോളോ ചെയ്യാറുണ്ട്. എല്ലാം ഓരോ ഓർഗാനിസത്തിന്റെ ബേസിസിലാണ്. ആ ഓർഗാനിസം എങ്ങനെയാണ്, ആ ഓർഗാനിസത്തിന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണ് എന്നതിന്റെ എല്ലാം ബേസിലാണ് ഏത് ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മേജർ ആയിട്ടുള്ള ടൈപ്സ് ബൈനറി ഫിഷൻ, ബഡ്ഡിംഗ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സ്പോറോജനസിസ്, ഫ്രാഗ്മെന്റേഷൻ, അങ്ങനെ കുറെ ഉണ്ട്. ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ ഡീൽ ചെയ്തിരിക്കുന്നത്. ബഡ്ഡിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് പാരന്റ് സെല്ലിൽ നിന്ന് ബഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ഈസ്റ്റ് സെല്ലിന്റെ പ്രോഗ്രഷൻ ഓഫ് ഫോമിംഗ് ആണ്. അത് പാരന്റ് സെല്ലിൽ നിന്ന് ഒരു പുതിയ ഓക്സ്പ്രിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുതിയ ബഡ് ഫോം ചെയ്യാനായിട്ട് ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി മെച്ചൂർഡ് ആയിട്ടുള്ള ഈ ഒരു പാരന്റ് സെല്ലിൽ നിന്ന് ഒരു ബഡ് പോലെ കണ്ടോ, ഒരു ബഡ് പോലെ ഇവർ ഒരു പിഞ്ച് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ക്ലോൺ ഫോം ചെയ്യാണ്. ഈ ഒരു ഏരിയ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ബഡാണ് ഈ കാണുന്നത്. ഇത് ഈ ഒരു പാരന്റ് സെല്ലിന്റെ ഓഫ് സ്പ്രിംഗ് ആണ് ഈ ഒരു ബഡ്. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈനറി ഫിഷൻ ഓഫ് അമീബ ആണ്. അമീബ ഇതാണ് അതിന്റെ പാരന്റ്. ഈ പാരന്റ് സീരീസ് ഓഫ് പ്രോഗ്രഷൻസിൽ കൂടെ രണ്ട് ഡോക്ടർ സെൽസ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. ഈ അമീബ അതിന്റെ ന്യൂക്ലിയസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഓരോ സെൽസ് ആയിട്ട് സെപ്പറേറ്റഡ് ആവും. അങ്ങനെ ക്ലിക്ക് ആൻഡ് ഡൺ പ്രോസസ് അല്ല, ഇത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. പാരന്റിൽ നിന്ന് വളരെ ഗ്രാജുവൽ ആയിട്ട് ന്യൂക്ലിയസ് ഡ്യൂപ്ലിക്കേറ്റഡ് ചെയ്ത് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ സ്പീഷ്യസ് ആയിട്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. ഇത് ബൈനറി ഫിഷന്റെ എക്സാമ്പിൾ ആണ്. അമീബയാണ് മെയിൻ ആയിട്ട് ബൈനറി ഫിഷൻസ് അണ്ടർഗോ ചെയ്യുന്ന ഓർഗാനിസം. എക്സാമ്പിൾസ് ബാക്ടീരിയ, സ്ലൈം മോഡ്, ഫംഗൈ. അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് പൊട്ടറ്റോസ് ഒക്കെ. കാരണം പിന്നെ വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരു പാരന്റ് സെല്ലിന്റെ ഫ്രാഗ്മെന്റ്സിൽ നിന്ന് പോലും നമുക്ക് ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയൊരു ഓഫ്സ്പ്രിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സ്പോറോജെൻസിസ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ പാരന്റും അവരുടെ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എക്സ്ട്രീം ആകുമ്പോൾ അവർക്ക് അവരുടെ ജനറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് സ്പോറോജെനസിസ് അണ്ടർഗോ ചെയ്യുന്നത്. സ്പോറോജെനസിസ് വഴി അവർ ഹൈ റെസിസ്റ്റൻസ് ഉള്ള സ്പോർസ് ഫോം ചെയ്യും. സ്പോർസ് വഴി ഇവർക്ക് ആ ഒരു കണ്ടീഷൻ കഴിഞ്ഞാലും അവരുടെ ജനറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ ജനറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകും. അതാണ് സ്പോറോജെൻസിസിൽ വരുന്നത്. ഇതെല്ലാം ഇൻഡിവിജ്വൽ വീഡിയോസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡീൽ ചെയ്യാം. ദ സെക്കൻഡ് വൺ ഇസ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, അതായത് നമ്മളെല്ലാം അണ്ടർഗോ ചെയ്യുന്ന മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ മെത്തേഡാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അവിടെ രണ്ട് പാരന്റ്സിന്റെ ആവശ്യമുണ്ട്. നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറഞ്ഞു ഒരു ഇൻഡിവിജ്വൽ, ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ആ ഒരു പ്രോസസ്സിലുള്ളത്. ഇൻ കേസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് രണ്ട് ഇൻഡിവിജ്വൽസിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജീനോമിന്റെ കോമ്പിനേഷൻ ഫോം ആണ് ഒരു ഓഫ്സ്പ്രിംഗ്. അവർക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ജനറ്റിക് പ്രൊഫൈൽ ഉണ്ടാവും. ഫാദറിന്റെയോ അല്ലെങ്കിൽ മദറിന്റെയോ ജനറ്റിക് പ്രൊഫൈൽ എക്സാക്ട് ആയിട്ട്
ആയിട്ട് ഒരിക്കലും അവർ കോപ്പി ചെയ്യുന്നില്ല. കോമ്പിനേഷൻ ഫോം ആയിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ജനറ്റിക് പ്രൊഫൈലും ഉണ്ടാവും. ഇവര് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. അവരുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഹയർ ലെവലിലായിരിക്കും. ഒരു ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവലിലെല്ലാം വരുന്ന ഹയർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പൊസസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആയിരിക്കും. ഇവിടെയാണ് മേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നത്. രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ജീനോം കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഓഫ്സ്പ്രിംഗ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന രണ്ട് സെക്സ് സെൽസ്, അതായത് ഫാദറിൽ നിന്ന് വരുന്ന സ്പെർം ആൻഡ് മദറിൽ നിന്ന് എഗ്, ഈ രണ്ട് പാരന്റ്സ് സെൽസും കമ്പൈൻ ചെയ്തിട്ട് അവരുടേതായിട്ട് വരുന്ന ക്രോമസോംസിന്റെ എല്ലാം കോമ്പിനേഷൻ ഫോമാണ് ഓഫ്സ്പ്രിംഗ്. അവരുടെ ഓരോ ക്രോമസോംസും ക്യാരി ചെയ്യുന്ന ജനറ്റിക് ഇൻഫോർമേഷൻസ് ഈ സെക്സ് സെൽസ്ഡ് ആയിട്ടുള്ള സ്പെർമിലും എഗ്ഗിലും കൂടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ജനറ്റിക് പ്രൊഫൈല് ഈ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന ഓഫ്സ്പ്രിംഗിന് കൊടുക്കുകയാണ്. ഈ ഒരു മെത്തേഡ് വഴി, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വഴി മെയിൻ ആയിട്ട് റിസൾട്ട് ചെയ്യുന്നത് ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി ആണ്. ജനറ്റിക്കലി ഫോം ചെയ്യുന്ന ഓഫ്സ്പ്രിംഗും അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരൊരു യുണീക്ക് ഇൻഡിവിജ്വൽ ആവുന്നു. അങ്ങനെ കുറേയേറെ ഇൻഡിവിജ്വൽസിന്റെ ഫോർമേഷൻ ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി റിസൾട്ട് ചെയ്യുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഈ ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. ടൈപ്സ് അലോഗമി, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻസ് എല്ലാമാണ്. അലോഗമി എന്ന് പറയുന്നത് ക്രോസ് ഫെർട്ടിലൈസേഷൻ നമുക്ക് ജനറൽ ആയിട്ട് രണ്ട് ഇൻഡിവിജ്വൽസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓഫ്സ്പ്രിംഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അലോഗമി എന്ന് പറയുന്നത്. സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഇൻഡിവിജ്വൽസിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻസ് ഉണ്ട്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഫർദർ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗിന്റെയും സ്പെർമിന്റെയും ഫ്യൂസിങ്, അവരുടെ ഫെർട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള അവർ ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ നടക്കാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സിമിലർലി എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്യൂസിങ്, അതായത് സ്പെർം ആൻഡ് എഗ് ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ബോഡിയുടെ ഔട്ട്സൈഡ് ആണ് നടക്കുന്നത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എക്സാമ്പിൾ ഹ്യൂമൻസ് ഉണ്ട്. ജനറലി പറയുവാണെങ്കിൽ മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ് എല്ലാം ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ മെത്തേഡിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിൽ വരുന്നത് ഫിഷസ്, ഫ്രോഗ്സ് എല്ലാം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിലേക്കാണ് വരുന്നത്. ഇതെല്ലാം ഫർദർ വീഡിയോസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡീൽ ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ്. സോ ഒരു സമ്മറി പോലെ പറയുവാണെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫർദർ ജനറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, അസെക്ഷൽ ഉണ്ട്, സെക്ഷൽ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ആയിട്ടുള്ള അവരുടെ തന്നെ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ക്ലോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജനറ്റിക്കലി ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ജീനോമിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഒരു ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഓഫ്സ്പ്രിങ് ജനറ്റിക്കലി ഒരു യുണീക്ക് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് ഫോം ചെയ്യുന്നു. അതുവഴി ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി ഫോം ചെയ്യാനായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻസിന്റെ മേജർ ടൈപ്സ് ബൈനറി ഫിഷൻ, ബഡ്ഡിംഗ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സ്പൊറോജെനസിസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണെങ്കിൽ, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈപ്സ് അലോഗമി, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എല്ലാമാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ എക്സാമ്പിൾസ് ബാക്ടീരിയ, സ്ലൈം മോഡ്, ഫംഗൈ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് എല്ലാമാണ്. ലൈക്ക് പൊട്ടറ്റോ ആണ് എക്സാമ്പിൾ എങ്കിൽ, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മേജർ എക്സാമ്പിൾസ് മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഫിഷസ് എല്ലാമാണ്. അതായത് മൾട്ടി സെൽഡ് ഓർഗാനിസം വിത്ത് ഹയർ ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻസ്.